ഇന്ന് പച്ചക്കറി കടയിൽ ചെന്നപ്പോൾ ഇവിടെ കിട്ടും എന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം പാക്കറ്റിലാക്കി വെച്ചിരിക്കണു. എന്താണെന്ന് മനസ്സിലായില്ലേ? ഇടിയൻ ചക്ക. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഒരു പാക്കറ്റിന് 60 രൂപയാണ്. അപ്പോൾ 2 പാക്കറ്റ് 120 രൂപയ്ക്ക് വാങ്ങി. പക്ഷേ വലിയ നഷ്ടം എനിക്ക് തോന്നിയില്ല. കാരണം എല്ലാം വൃത്തിയാക്കി മുള്ളൊക്കെ കളഞ്ഞ് പശയൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയിൽ പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കൊന്നും ചെയ്യാനില്ല. വീട്ടിൽ കൊണ്ടുവരിക, കഴുകുക, വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് ഒറ്റ വിസിലടിക്കുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് അതിലെ വെള്ളം ഊറ്റി കളഞ്ഞ് എടുക്കുകയാണ് ചെയ്യുക. കൂടുതൽ സമയം കുക്കറിലിരുന്നാൽ അത് വെന്ത് അലുത്തു പോകും. അപ്പോൾ ഒറ്റ വിസിലടിച്ചാൽ മതി നമുക്ക്. അപ്പോൾ അത് വിസിലടിക്കാൻ വെച്ചതിന് ശേഷം ഞാൻ അരപ്പിനുള്ള കാര്യങ്ങൾ നോക്കി. 3 പച്ചമുളക്, 3-4 വെളുത്തുള്ളി, അരമുറി തേങ്ങയും കൂടി ചേർത്തിട്ട് അതൊന്ന് അടിച്ചു വെക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അടിച്ചു വെക്കാനേ പാടുള്ളൂ. ഇപ്പം തന്നെ തീ ഓഫാക്കിയിട്ട് അതിലെ എയർ കളഞ്ഞ് അത് ഊറ്റിയെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി അതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അമ്മിയുള്ളവരെ അമ്മീമേ ഉരലിലൊക്കെ ഇട്ട് ചതയ്ക്കാം. എനിക്കിവിടെ കുഞ്ഞു ഉരലേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് അത് ചതച്ചത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുകിടുക, കുറച്ച് ഉഴുന്നിടുക, ഒരു ലേശം അരിയും ഇടുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി അത് മൊരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ഉണക്കമുളക് പൊട്ടിച്ചതും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൊരിയുമ്പോൾ അതിനകത്തേക്ക് ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് പൊടിച്ചു വെച്ച തേങ്ങയാണ് ചേർക്കുന്നത്. കാരണം ചക്കയുടെ വേവ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേങ്ങയിൽ കിടക്കണ ആ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു മണം പോകണല്ലോ. അപ്പോൾ ആ തേങ്ങയുടെ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ആ പച്ചമണം നന്നായിട്ട് പോയി കഴിയുമ്പോഴാണ് നമ്മൾ ചതച്ച് വെച്ച ചക്ക ചേർക്കുന്നത്. ഈ ചക്കയ്ക്ക് വേവ് കുറവാണെങ്കിൽ ആദ്യം ചക്ക ചേർത്തിട്ട് പിന്നെ അരപ്പ് ചേർത്ത് ചക്ക വെന്തതിന് ശേഷം ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ പോകുമ്പോൾ ഇളക്കി ഉലർത്തി വാങ്ങിയാലും മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണത്. അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചതച്ച് വെച്ച ചക്ക ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഉപ്പ് ഈ സമയത്ത് ആവശ്യമാണെങ്കിൽ ലേശം ഉപ്പും കൂടി ചേർത്ത് ഉപ്പ് പാകമാക്കുക. ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം അതൊന്ന് പൊത്തി വെക്കുക. നല്ലതുപോലെ ഒന്ന് പൊത്തി വെച്ചിട്ട് തീ നല്ല കുറച്ചിട്ടിട്ട് മൂടി വെക്കുക. ഒരു 5 മിനിറ്റ് നേരം കഴിയുമ്പോൾ അതിനകത്ത് നന്നായിട്ട് ആവി വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ തീ ഓഫാക്കി വെക്കാം. വീണ്ടും ഒരു 5 മിനിറ്റും കൂടി നമ്മളതൊന്ന് മൂടി വെക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്കത് വിളമ്പാം. നല്ല ചൂടോടെ കഴിക്കുകയും ചെയ്യാം. ചക്കയുടെ ഗുണഗണങ്ങളെ കുറിച്ചിട്ടൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നമ്മുടെ നാട്ടിലിപ്പോൾ ഇടിച്ചക്കയുടെ കാലമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയിട്ട് കഴിച്ചു നോക്കുക. എങ്ങനെയുണ്ടെന്നുള്ളതിൻ്റെ അഭിപ്രായങ്ങൾ പറയണേ. ഇതുപോലെയാണോ നിങ്ങൾ വെക്കാറുള്ളത് എന്നും കൂടി പറയണം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ കുറച്ച് ചോറ്, ഇടിച്ചക്ക തോരൻ, പിന്നെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, കാളൻ, പിന്നെ ഒരു കഷ്ണം മീൻ വറുത്തത്. കട്ട്ള മീനാണ് കേട്ടോ. ഇവിടെ ജീവനുള്ള കട്ട്ള മീൻ കിട്ടും, അതാണ്. അപ്പോൾ താങ്ക് യു.